ആളുകൾ ഇതെല്ലാം എടുത്തു. നമ്മൾ സാവകാശം ഇതൊക്കെ രണ്ടിലൊന്ന് കറിഞ്ഞിട്ടേ പോകും. അതുകൊണ്ട് നമുക്ക് സമയം ഉണ്ട്. മുരളി മുരളി എന്തോ അവര് രണ്ടുപേരും കൂടെ വരാൻ മോൻസ് വരുന്നുണ്ട്. നമുക്ക് ദിവ്യ കൂടുതൽ നേതാക്കൾ എത്തുന്നതിന് ശേഷം മാത്രമായിരിക്കും പ്രതികരണം ഉണ്ടാകുക. എന്തായാലും ദിവ്യ സൂചിപ്പിച്ചതുപോലെ ഈ രക്ഷാപ്രവർത്തനത്തിന് കാലതാമസവും ഗുരുതര വീഴ്ചയായി ചൂണ്ടിക്കാട്ടപ്പെടുന്നുണ്ട്. മുഖ്യമന്ത്രി അടക്കം പങ്കെടുത്ത സ്ഥലത്ത് നിന്ന് മന്ത്രിയും ആരോഗ്യമന്ത്രിയും അതോടൊപ്പം മണ്ഡലത്തിന്റെ ചുമതലയുള്ള മന്ത്രി വി എൻ വാസവൻ അടക്കം രംഗത്ത് വന്നിരുന്നു. സംഭവ സ്ഥലത്തെത്തിയവർ ആദ്യ പ്രതികരണം നടത്തിയത് ഗൗരവതരത്തിലുള്ള അപകടമല്ല ഇത് എന്നുള്ളതായിരുന്നു. തിരുവനന്തപുരത്തെ പ്രതികരണത്തിലേക്ക് പോകാം. എന്തുകൊണ്ട് ജനങ്ങൾ ഇന്ന് മറച്ചു വെച്ചു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ഇവിടെ ഒരു ഡെഡ് ബോഡി ഈ മണ്ണിനടിയിൽ കിടക്കുമ്പോഴാണ് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് ചില ആളുകൾ പറഞ്ഞത്. അതും വളരെ ഉത്തരവാദിത്തപ്പെട്ട ആളുകളാണ്. രണ്ടാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഈ തെരച്ചിൽ തന്നെ 1.5 മണിക്കൂർ വൈകി. 2 മണിക്കൂർ വൈകി. എന്തുകൊണ്ടാണ് 2 മണിക്കൂർ വൈകാൻ കാരണം? ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല, ആരെയും ഞങ്ങൾ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടില്ല, ഒരാളിന് പോലും അവിടെ നിൽക്കാൻ സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല എന്നൊക്കെ പറഞ്ഞ് ഈ തെരച്ചിൽ വൈകിച്ചത് എന്തുകൊണ്ട് എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. അത് ആരോഗ്യവകുപ്പ് മന്ത്രി ഉത്തരവാദിത്തപ്പെട്ട ആളല്ലേ. ആരോഗ്യവകുപ്പ് മന്ത്രി പറയുന്നു ഇവിടെ ഒന്നും സംഭവിച്ചിട്ടില്ല, ഒരു കുഴപ്പമില്ല. അവരീ പറയുന്ന സമയത്ത് ഈ മണ്ണിനകത്തൊരു പാവപ്പെട്ട സ്ത്രീ മരിച്ചു കിടക്കുകയാണ്. ഒരു സ്ഥലം MLA ഉണ്ട്, മന്ത്രിയുണ്ട്. അത് അവര് എന്തിനും നാട്ടുകാരുടെ പച്ചക്കള്ളം പറഞ്ഞു എന്നുള്ളതാണ് ഞങ്ങളുടെ ചോദ്യം. ആ ചോദ്യത്തിന് അവർ ഉത്തരം പറയട്ടെ. ഒരു പാവപ്പെട്ട സ്ത്രീ ഈ മണ്ണിന്റെ അടിയിൽ മരിച്ചു കിടക്കുന്ന സമയത്ത്, ശ്വാസം മുട്ടി മരിച്ചു കിടക്കുന്ന സമയത്ത് ഒന്നും സംഭവിച്ചിട്ടില്ല എന്ന് പറയത്തക്ക വിധത്തിൽ ഇതിനെ നിസ്സാരവൽക്കരിച്ചത് എന്തുകൊണ്ട് എന്നൊരു ചോദ്യമുണ്ട്. രണ്ടാമത്തെ കാര്യം, ഇവിടെ എല്ലാവരെയും ഒഴിപ്പിച്ചു എന്നാ പറഞ്ഞത്. 14 വാർഡിന്റെ ഭിത്തി ഇടിഞ്ഞില്ലേ? അതിന്റെ തൊട്ടപ്പുറത്തുള്ള ഭിത്തി ഇടിഞ്ഞില്ലേ? ഈ ഭിത്തി മുഴുവൻ ഇടിഞ്ഞല്ലോ. ഇടിഞ്ഞിട്ടും അപ്പുറത്ത് ആളുണ്ടായിരുന്നു എന്നുള്ള യാഥാർത്ഥ്യം ഇവർക്കറിയില്ലേ? അത് അറിഞ്ഞുകൊണ്ട് എന്തിന് കള്ളം പറഞ്ഞു? ബോധപൂർവമായി സത്യസ്ഥിതിയെ മറച്ചു വെച്ചുകൊണ്ട് ജനങ്ങളുടെ മുമ്പിൽ കള്ളം പറഞ്ഞതാണ് ഞങ്ങളുടെ രണ്ടാമത്തെ പ്രശ്നം. ഞങ്ങളുടെ ബുദ്ധിമുട്ട് യഥാർത്ഥത്തിൽ ഇവരിങ്ങനെ കള്ളം പറയാൻ പോയാൽ എവിടെ പോയി നിൽക്കും? അങ്ങനെ ചെയ്യരുതായിരുന്നല്ലോ. ഈ ഈ തെരച്ചില് എന്തുകൊണ്ട് ഡിലേ ചെയ്യിച്ചു എന്നുള്ള ചോദ്യമുണ്ട്. ആ ചോദ്യത്തിനും അവർ ഉത്തരം പറഞ്ഞാൽ മതിയാകും. മൂന്നാമത്തെ പ്രധാനപ്പെട്ട പ്രശ്നം, ഇവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തില്ല എന്ന് പറയുന്നത് ശരിയാണോ? നിങ്ങൾക്കെല്ലാം മാധ്യമപ്രവർത്തകർക്കെല്ലാവർക്കും അറിയാമല്ലോ, അവിടെ ആളുകളെ അഡ്മിറ്റ് ചെയ്തിരുന്നല്ലോ. ആ അഡ്മിറ്റ് ചെയ്തിരുന്ന മാത്രമല്ല, ശുചിമുറി വൃത്തിയാക്കുന്നതിന് വേണ്ടി ആളുകൾ അകത്ത് കയറിയ സമയത്ത് ആ കതക് ചാരിയിട്ടു എന്നുള്ളത് മാത്രമാണ്. അതുകൊണ്ടാണ് കാഷ്വാലിറ്റി യഥാർത്ഥത്തിൽ ഇങ്ങനെ കുറഞ്ഞു വന്നത് എന്നുള്ളതാണ് ഞങ്ങളുടെ അനുമാനം. ഇനി ഒന്നും ഉണ്ടാകാതിരിക്കട്ടെ എന്നുള്ളതാണ് ഞങ്ങളുടെ പ്രാർത്ഥന. ഈ വാർഡുകളിലെ രോഗികളെ ഇപ്പോൾ ഡിസ്ചാർജ് ചെയ്ത് തുടങ്ങിയിരിക്കും. ഡിസ്ചാർജ് വേണ്ടി പോകാൻ പറഞ്ഞു വെക്കുക. അതെങ്ങനെയാ? ആശുപത്രി മെഡിക്കൽ കോളേജ് വരുന്നത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ. അത് ശ്രീ ചാണ്ടി ഉമ്മൻ നേരത്തെ തന്നെ പറയുന്നത് ഞാൻ കേട്ടുകൊണ്ട് നിൽക്കണം. ഞാൻ പറയും, ഇവിടെ മെഡിക്കൽ കോളേജിൽ അഡ്മിറ്റ് ചെയ്തത് ഡിസ്ചാർജിന് വേണ്ടിയല്ലല്ലോ. അത് ശരിയല്ലോ. അവർക്ക് ഇവിടെ അവരെ ചികിത്സിക്കുന്നതിന് വേണ്ടിയുള്ള സംവിധാനം ഉണ്ടാക്കണം. ഇനി കെട്ടിടം പണി, ഇവിടെ തൊട്ടപ്പുറത്ത് എത്ര കോടി രൂപയുടെ കെട്ടിടത്തിന്റെ പണിയാണ് നടന്നുകൊണ്ടേയിരിക്കുന്നത്. ഇത് പണിതീരാത്ത വീടുകളാണോ? ഇങ്ങനെ പണി തുടർന്നുകൊണ്ടേയിരിക്കുകയല്ലേ? എന്തെങ്കിലും ഒരു അവസാനം ഉണ്ടാകട്ടെ. കെട്ടിടം പണി പൊളിക്കുക, പണിയുക. ആ നടപടിയല്ലേ ഇവിടെ നടക്കുന്നത്. അതേസമയം ഇവിടെ വന്നെത്തുന്ന പാവപ്പെട്ട രോഗികൾക്ക് ഒരു പാരാസെറ്റമോൾ പോലും സൗജന്യമായി കൊടുക്കുന്നില്ല എന്നുള്ള യാഥാർത്ഥ്യം നിൽക്കല്ലേ? എല്ലാം പുറത്തുനിന്ന് മേടിക്കേണ്ടി വരികയല്ലേ? സൂചിയും നൂലും പുറത്തുനിന്ന് മേടിക്കണ്ടേ? കാലിൽ അവർക്ക് ഓപ്പറേഷൻ നടത്തുന്നതിന് വേണ്ടിയുള്ള സ്റ്റീൽ കമ്പി വില കൂടിയതാണ്, പുറത്തുനിന്ന് മേടിക്കണ്ടേ? മരുന്ന് മുഴുവൻ കുറിച്ചു കൊടുക്കുകയല്ലേ? നമ്മളിപ്പോ ഒരുമിച്ച് ഇവിടെ നിൽക്കുന്ന നമുക്ക് ആ ട്രോമ കെയറിന്റെ ഭിത്തി ഒന്ന് കാണാൻ പോകാം. നിങ്ങൾ കൂടെ വരണം. ഞങ്ങള് എല്ലാവരും ഒരുമിച്ച് നിൽക്കുകയാണ്. ജനപ്രതിനിധികളല്ലേ, ജനങ്ങളുടെ ബാധ്യതയില്ലേ? അതുകൊണ്ട് ആ ട്രോമ കെയറിന്റെ ഭിത്തി കൂടി നമുക്ക് നോക്കാം. അവിടെ എന്താ നടക്കുന്നത് എന്നുള്ളത് നോക്കാം. വെന്റിലേറ്ററിൽ കിടക്കുന്ന 14 രോഗി അകത്ത് കിടക്കുമ്പോൾ
ട്രോമ കെയറിന്റെ ഭിത്തി പൊട്ടിയൊലിച്ച് നിൽക്കുന്നത് നിങ്ങൾ നേരിട്ട് കാണാം. എന്നിട്ട് പറയൂ, ഇവർ ചെയ്യുന്നത് ശരിയാണോ? ഇവർ നീതിപൂർവ്വമാണോ ചെയ്യുന്നത്? ഞാൻ നിയമസഭയിൽ ഈ കാര്യത്തെക്കുറിച്ച് ചോദിച്ചു. നമ്മുടെ ശ്രീ ചാണ്ടി ഉമ്മൻ ഉണ്ടായിരുന്നു, ഞാൻ ശ്രീ ഫ്രാൻസിസ് ജോർജുമായിട്ട് സംസാരിച്ചാണ്, ഞങ്ങൾ എല്ലാവരും സംസാരിച്ചാണ്. ഇവിടുത്തെ ശോച്യാവസ്ഥയെക്കുറിച്ച് ഞങ്ങൾ സംസാരിച്ചു. ഉടനെ മാണി സി കാപ്പൻ അദ്ദേഹം ഞങ്ങൾ എല്ലാവരും ചേർന്നാണ് നിയമസഭയിൽ ഈ കാര്യം ഉന്നയിച്ചത്, ശ്രീ മാണി സി കാപ്പൻ അടക്കം. എന്നിട്ട് ഞങ്ങളോട് പറഞ്ഞ മറുപടി എന്താ? ഏറ്റവും നല്ല കേരളത്തിൽ അറിയപ്പെടുന്ന 4 ഡോക്ടർമാരുടെ പേര് പറഞ്ഞിട്ട് അതിന്റെ മേലുല്ലാസത്തിൽ രക്ഷപ്പെടാനായി ഇവർ ശ്രമിച്ചത്. ഇവര് പ്രധാനപ്പെട്ട ഡോക്ടർമാരെ കുറിച്ച് ഞങ്ങൾക്ക് മതിപ്പാണ്, അവരുടെ സേവനം വലുതാണ്. പക്ഷെ അതിന്റെ പേര് പറഞ്ഞ് ഇവിടെ കൊടുക്കേണ്ട ഇവിടെ തരേണ്ട സൗകര്യങ്ങൾ തകർത്ത് കളയുന്നു എന്നുള്ളതാണ് ഞങ്ങളുടെ നില. ഞാൻ അതുകൊണ്ടാണ് പറഞ്ഞത്, ട്രോമ കെയറും കൂടെ നമുക്ക് കാണണം. 12ാം വാർഡിന്റെ ഭിത്തി എവിടെ കിടക്കുന്നു എന്നുള്ളത് നിങ്ങൾ നോക്കണം. അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുന്ന ആളുകൾ, അവരുടെ സ്ഥിതി എന്താണ് എന്നതിനെ കുറിച്ച് ആലോചിക്കണം. ഇത് സത്യം പറഞ്ഞാൽ ഈ മെഡിക്കൽ കോളേജിനെ ഒരു ഏതാണ്ട് സ്വകാര്യ സ്ഥാപനം കൊണ്ടുപോകുന്ന പോലെ ചില വ്യക്തികൾ താല്പര്യങ്ങൾക്ക് വേണ്ടി വഴിതിരിച്ചു കൊണ്ടുപോയിക്കൊണ്ടേയിരിക്കുകയാണ്.